ഭാരതത്തിന് ചുമത്തിയ താരിഫിലും കുറവ് വരുത്തിയതായി അമേരിക്ക. 18% താരിഫ് 10% കുറച്ചു. സുപ്രീം കോടതി വിധി മറികടക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും 10% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. സുപ്രീം കോടതിയിലെ 6 ജഡ്ജിമാരുടെ നിലപാടിൽ ലജ്ജിക്കുന്നുവെന്നാണ് ട്രംപിന്റെ പരാമർശം. വിവിധ രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്തിയ നടപടി സുപ്രീം കോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. വിധി മറികടക്കാൻ തന്ത്രങ്ങളും ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ താരിഫ് നടപടികളുടെ ഭാഗമായി ഭാരതത്തിന് ചുമത്തിയ 18% തീരുവ 10% കുറഞ്ഞു. അധിക താരിഫ് റദ്ദാക്കിയതോടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും 10% താരിഫ് ട്രംപ് ഏർപ്പെടുത്തുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭാരതത്തിന്റെ താരിഫിലും കുറവ് വന്നത്. സുപ്രീം കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. Foreign countries that have been ripping us off for years are ecstatic. They're so happy. And they're dancing in the streets, but they won't be dancing for long. That I can assure you. The Democrats on the court are thrilled, but they will automatically vote no. They're an automatic no, just like in Congress. They're an automatic no. രാജ്യത്തിനു വേണ്ടി നല്ലത് ചെയ്യാൻ അറിയാത്തവരാണ് വിധി പുറപ്പെടുവിച്ച 6 ജഡ്ജിമാരെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റു രാജ്യങ്ങൾ വിധി ആഘോഷിക്കുകയാണ്. അതിന് അറുതിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമപ്രകാരമാണ് താരിഫ് ചുമത്തിയത്. എന്നാൽ നിയമത്തിൽ അധിക താരിഫ് ചുമത്താൻ വ്യവസ്ഥയില്ലെന്നും കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ അത്തരം നടപടികൾ സ്വീകരിക്കാനാവില്ലെന്നും കണ്ടെത്തിയാണ് കോടതി താരിഫ് നടപടി റദ്ദാക്കിയത്. ഇതേ തുടർന്നാണ് 180 ദിവസത്തേക്ക് ട്രംപ് മറ്റൊരു രീതിയിൽ അധിക താരിഫ് ചുമത്തുകയും ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.